നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പറ്റുമെങ്കിൽ അവിടെ വരെ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണണം. പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും സംസാരിക്കണം. ഞാൻ സംസാരിക്കുന്നതിനേക്കാളും ആശ്വാസം കിട്ടും. നന്ദേട്ടനൊന്ന് സംസാരിച്ചാ. ഡോക്ടർക്ക് നമ്മളെ ഉള്ളൂ. ഇനി അവൻ വരും, അവനെ കൊണ്ടുവരും. ഈ ഒരു അംഗത്തിൽ തീരുന്നതല്ല ഇത്. ഇനി ധനുഷ് ഇവിടേക്ക് വന്നാ ചെയ്യാനുള്ള എന്താന്ന് എനിക്കറിയാം. ഈ ഒരു അനുഭവത്തോടെ അവന്തികടത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായി മര്യാദയ്ക്ക് ജീവിച്ച അവർക്ക് കൊള്ളാം. അല്ലെങ്കിൽ അതിനും എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കുടുംബത്തിന്റെ സമാധാനം തകർക്കണ്ടെന്ന് കരുതി മാത്രമാണ് തുറന്നൊരു പോരാട്ടത്തിന് ഞാനും ഇറങ്ങാതിരിക്കുന്നത്. നിവർത്തിയില്ലാതെ വന്നാ അത് തന്നെ ചെയ്യേണ്ടി വരും. തൽക്കാലത്തേക്കെങ്കിലും ബാക്കിയൊക്കെ നമുക്ക് മറക്കാടോ. നമുക്ക് നമ്മുടെ ജീവിതം നോക്കാം. ഞാനും താനും മാത്രമുള്ളൊരു ജീവിതം സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളെ ഞാനെന്ന് തനിക്കറിയാലോ. ബാക്കിയെല്ലാം മറന്ന് താനൊന്ന് ചിരിച്ചേ. കാണാനുള്ള കൊതി കൊണ്ടാടോ. ഒന്ന് ചിരിക്കടോ. പ്രശ്നം എന്തേലും വന്നാ മാത്രം മതി വാശിയും പകരം വീട്ടിലൊക്കെ. അല്ലാത്തപ്പോ ഇതുപോലെ ചിരിക്കണം. മനസ്സിലായോ? ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും താൻ തന്നെ മതി എനിക്ക് ഭാര്യയായിട്ട്. ഒരാപത്തിലും കൈവിടാതെ ഭാര്യയായി താൻ എന്നോടൊപ്പം ഉള്ളതാ എന്റെ ധൈര്യം. കേട്ടോ? അതങ്ങനെ തന്നെയാവും സച്ചേട്ടാ. ഈ ജീവിതത്തിൽ സ്നേഹിച്ചു മതിയായിട്ടില്ല എനിക്ക്. 7 ജന്മങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സച്ചേട്ടന്റെ ഭാര്യയായി ജീവിക്കണമെന്ന് എന്റെ ആഗ്രഹം. എന്നാ പിന്നെ ഈ മൂഡ് മാറുന്നതിന് മുമ്പ് നമുക്ക് കിടന്നാലോ? ആദ്യം പോയി കുളിക്കും, എന്നിട്ട് വല്ലതും കഴിക്കാം. ബാക്കി നമുക്ക് അപ്പം ആലോചിക്കാം. എടോ, ഞാൻ കുളിച്ചു കഴിഞ്ഞതാ. ഇന്നിനി എനിക്കൊന്നും വേണമെന്നില്ല. താനൊന്ന് വന്നേ പറയട്ടെ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. പോയി കുളിച്ചിട്ടോ. ചെല്ല്. എടോ വന്നേ. ചെല്ല് സജ്ജേട്ടാ, പോയി കുളിക്ക്. എടോ, ഞാൻ കുളിച്ചതാ. മടിയനാ. ചെല്ല്. പോ. കുളിക്കണോ? പോയി കിന്നിരിക്കാതെ. ഹലോ, ഞാനൊരു നാടകക്കാരനാ. പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിപ്പോയതാ സാറേ. നിന്റെ പേര് ധനുഷ് എന്നല്ല. അർച്ചന ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം മര്യാദയ്ക്ക് പറഞ്ഞോളൂ. നിന്റെ പേര് ധനുഷ് എന്നാണോടാ? അല്ല. നെല്ലിശ്ശേരി എന്ന വീട്ടിൽ ഇവനെ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് നന്ദേടനെ. അവസാനമായിട്ട് ഇവനോട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ആവാം. എന്നെയും എന്റെ കുടുംബത്തെയും ചതിച്ച നിന്നെ നന്ദേട്ടാ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വന്നത്. എന്താ? സന്ധ്യ ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഡോക്ടർ ഖാദറിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ ബാംഗ്ലൂരിൽ നിന്ന് ആരോ വിളിച്ചിട്ട് പോവുമായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ട്
എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. എന്നെ മനഃപൂർവ്വം ഇവിടേക്ക് വിളിച്ചു വരുത്തി ചതിച്ചതാണോന്ന് എന്റെ സംശയം. ഡോക്ടറിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് പോയി. അവിടുന്ന് ഒരു വിധത്തിലാ പാവ രക്ഷപ്പെട്ട് തിരികെ വന്നത്. രാവിലെ പത്രിടാൻ വന്ന ആളാ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഹോസ്പിറ്റലിൽ ആരും കൂടെ കാണില്ല. വല്ലാതെ തകർന്നിട്ടുണ്ട് ആ പാവം. ഇപ്പൊ വേണ്ടത് കൂട്ടിനൊരാളെയാ. പറ്റുമെങ്കിൽ അവിടെ വരെ ചെന്ന് ഡോക്ടറെ ഒന്ന് കാണണം. പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും സംസാരിക്കണം. ഞാൻ സംസാരിക്കുന്നതിനേക്കാളും ആശ്വാസം കിട്ടും നന്ദേട്ടനൊന്ന് സംസാരിച്ച. ഡോക്ടർക്ക് നമ്മളെ ഉള്ളൂ. സ്നേഹേ, നീ എന്നെ കണ്ട് കണ്ണുനീര് തുടച്ചാലും ഉള്ളിലുള്ള വിഷമമൊന്നും മാറാൻ പോകുന്നില്ലെന്ന് ഏടത്തിക്കറിയാം. എനിക്ക് മനസ്സിലാവും മോളെ. കുറെ സ്വപ്നങ്ങളായി ജീവിച്ചിട്ട് അത് തകർന്നു പോകുമ്പോഴുള്ള വേദന എനിക്ക് മനസ്സിലാവും. എന്റെ മോള് ഇത്രയ്ക്കും വിഷമിക്കാൻ കാരണം ആ അർച്ചനയാ. ധനുഷ് എങ്ങനെയുള്ളവനും ആയിക്കോട്ടെ, മണ്ഡപത്തില് എല്ലാവരുടെ മുന്നില് അവൾ അവനെക്കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അതൊക്കെ സത്യമാണോന്ന് എങ്ങനെ അറിയാം? ഇനി നാളെ ഒരു സമയം ഇതൊന്നും സത്യമല്ലാന്ന് തെളിഞ്ഞ അവന്റെ അവസ്ഥ എന്താവും? മോളുടെ അവസ്ഥ എന്താവും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.